ബഹുമാന്യരായ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. 73 വർഷങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ച അഭിമാന നിമിഷത്തിൻ്റെ ആഘോഷദിനം. ഇന്ന് രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ ആത്മബലത്തോടെ നേരിട്ട പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി ആവേശത്തോടെ പറയും. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന് ഇടശ്ശേരി എഴുതിയതുപോലെ സ്വാതന്ത്ര്യ സമരത്തിലേക്കിറങ്ങി ആവേശം ഉൾക്കൊണ്ട് പോരാടിയവർ, അനീതിയുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ചെറുകണിക പോലും ഇല്ലാതാകുന്നതുവരെ സമരം ചെയ്തവർ, സ്വതന്ത്ര ഭാരതം സ്വപ്നം കണ്ട് 23-ാം വയസ്സിൽ തൂക്കുകയറിലേക്ക് പതറാത്ത കാൽവെപ്പുകളോടെ പ്രയാണം ചെയ്ത ഭഗത് സിംഗിനെ പോലുള്ളവർ, 30-ാമത്തെ വയസ്സിൽ പോരാട്ട വീര്യത്തിൻ്റെ ജ്വലിക്കുന്ന അഗ്നിശിഖകൾ സമ്മാനിച്ച് വിട പറഞ്ഞ ഝാൻസി റാണിയെ പോലുള്ള സ്ത്രീരത്നങ്ങൾ. ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവേദിയിൽ മിന്നൽ പിണർ പോലെ ജ്വലിച്ചു മറഞ്ഞ വീരാംഗനമാർ, നിയമനിഷേധികൾ, മറന്നും മൺമറഞ്ഞും അറിയപ്പെടാതെ പോയ എത്രയോ സമരഭടന്മാർ. നാം മറക്കരുത് സഹന സമരത്തിൻ്റെ പുതിയ പ്രഭാതങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുത്തവരെ, തടവറയിലെ കരിങ്കൽ ഭിത്തികളിൽ കൈവിലങ്ങുകൾ കൊണ്ട് സ്വാതന്ത്ര്യ കോറിയിട്ടവരെ, കൈക്കുഞ്ഞിനെ ഒക്കത്തേറ്റി അടർക്കളത്തിൽ പടവെട്ടിയ വീരാംഗനമാരെ. ഓരോ സ്വാതന്ത്ര്യദിനവും ഈ ധീരദേശാഭിമാനികളുടെ ഓർമ്മകളാൽ ദീപ്തമാകട്ടെ. ഇന്ത്യ ഒരു പൊതുവികാരമാണെന്നും തങ്ങളൊരു രാഷ്ട്രത്തിൻ്റെ ജനതയാണെന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഇന്ത്യൻ ജനത പോരാടിയത്. എത്ര അറിഞ്ഞാലും തീരാത്തത്രയും ബൃഹത്താണ് ഇന്ത്യയുടെ ചരിത്രവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെയധികം വെല്ലുവിളികൾ നമുക്ക് മുൻപിലുണ്ടായിരുന്നു. ദാരിദ്ര്യം, പട്ടിണി, നിരക്ഷരത, തൊഴിലില്ലായ്മ, തീവ്രവാദം, അതിർത്തി പ്രശ്നങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ്. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം 73 വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ ഇന്ത്യ വളരെ മുന്നോട്ടു പോയി. 2013 മംഗൾയാനിലൂടെ ഇന്ത്യ ചൊവ്വ പര്യവേക്ഷണത്തിൽ വിജയം കൈവരിക്കുന്ന 4ാമത്തെ രാഷ്ട്രമായി. ചന്ദ്രയാൻ ദൗത്യങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് ശക്തിയേകി. ആണവശേഷിയുള്ള രാഷ്ട്രങ്ങൾക്കിടയിലേക്ക് 6ാമനായി ഇന്ത്യ സധൈര്യം കടന്നുചെന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും പ്രതിരോധ മേഖലയിലും നാം കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. കൊറോണ എന്ന മഹാമാരിക്ക് മുൻപിൽ വൻ ശക്തി രാഷ്ട്രങ്ങൾ പോലും പതറിയപ്പോൾ ഇന്ത്യ സമാനതകളില്ലാത്ത പ്രതിരോധമാണ് തീർത്തത്. വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള ഇന്ത്യയുടെ വാക്സിൻ പരീക്ഷിച്ചു തുടങ്ങി എന്നുള്ള വാർത്തകളും ഈ വേളയിൽ ആശ്വാസം പകരുന്നവയാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും നേട്ടം പതിപ്പിച്ച വികസ്വര രാജ്യമാണ് ഇന്ന് ഇന്ത്യ എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. എന്നാൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നമായിരുന്നു എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഈ 74-ാം സ്വാതന്ത്ര്യദിനത്തിലും നമുക്ക് സാധിച്ചുവോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ, തീവ്രവാദം, തൊഴിലില്ലായ്മ, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങി ഇനിയും ഇന്ത്യയിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അതെ, വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യയുടെ ദേശീയത. അത് നാനാത്വത്തിലെ ഏകത്വമാണ്, ദേശീയ ഐക്യബോധമാണ്. മഹാകവി ടാഗോറിൻ്റെ വാക്കുകളിൽ ദേശാഭിമാനം എന്നത് ആത്മീയതയുടെ അഭയസ്ഥാനമല്ല, മാനവികതയുടെ അഭയസ്ഥാനമാണ്. എല്ലാ പരിമിതികളും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഭാരതാംബയ്ക്കു കീഴിൽ കൈകോർക്കാം. അതിർത്തിയിൽ പൊലിഞ്ഞ ധീര ജവാന്മാരെ സ്മരിക്കാം.
പോരാ പോരാ, നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ ഭാരതക്ഷ്മദേവിയുടെ തൃപ്പതാകകൾ. ഭാരതത്തിൻ്റെ യശസ് ഗിരിശൃംഗങ്ങൾ താണ്ടി ഇനിയും ഉയരട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.